അതെ, അച്ഛനെ പറഞ്ഞപ്പം കുറച്ച് ഇമോഷനായി. അല്ല, അത് സാരമില്ല സാറേ. അപ്പോൾ സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാറിന്റെ ഈ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അച്ഛൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട്? അച്ഛൻ ജീവിച്ചൊരു വർഷം നല്ല ഫിറ്റ് നല്ല അന്ന് 70 വയസ്സ് 70 അടുത്ത് 70 ആയിട്ടുണ്ടെങ്കിലും അച്ഛന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഈ പെൺകുട്ടികളൊക്കെ കൊടുത്തയച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് സാറിന്റെ. അതായത് സാറിന്റെ സഹോദരിമാരുടെ വിവാഹം എല്ലാം കഴിഞ്ഞ് സാറിലാണ് പൂർണ്ണ പ്രതീക്ഷ അച്ഛൻ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ സംഗതികൾ. അപ്പോൾ അടുത്ത വീട്ടുകാരനാണ് പറയുന്നത് ഇയാൾക്ക് ഇതായിട്ട്. അതോടുകൂടി അച്ഛൻ ആരോ എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അച്ഛൻ ഇതായിപ്പോയി, ഒരു അൺകോൺഷ്യസ് ടൈപ്പിലേക്ക് മാറിപ്പോയി, ബോധമില്ലാത്ത ടൈപ്പിലേക്ക്. ഒരു എന്താ പറയുക, ബോധം നഷ്ടപ്പെട്ട ഒരാൾ നടക്കും, എല്ലാ ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കും, പക്ഷേ യാതൊരു ഇതുമില്ലാത്ത മാതിരി അച്ഛൻ അവസാനം നിമിഷം എനിക്ക് വലിയ ഒരു ഇതില്ലാത്ത, പക്ഷേ എല്ലാ കാര്യത്തിലും എന്ത് കാര്യത്തിലും ഊർജ്ജസ്വലനായിട്ട് നടന്നിരുന്ന അച്ഛനാണ് ഇങ്ങനെ ഇപ്പോയത്. പക്ഷേ അത് ഇങ്ങനെ സംഭവിച്ചു. ഇനിയിപ്പം ഒരു പട്ടാളക്കാരൻ്റെ അച്ഛനും ഒരു പട്ടാളക്കാരനാണ് അറിയാം, എന്നാലും നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ പറ്റിപ്പോയി എന്നുള്ളത്. ഈ പട്ടാളക്കാർക്ക് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ശരിക്കും പറയും, നമ്മൾ ഡിസബിൾഡ് ആയിട്ട് വരുന്നതിന് നല്ല ഞാൻ ചിന്തിക്കുന്നത്, ഒരു മാർട്ടിയർ സോൾജർ ഡൈ വൺസ് എന്ന് പറയും, ഒരു പ്രാവശ്യം ആൾക്കാർ മരിക്കുള്ളൂ. ഇതിപ്പം ഡിസബിൾഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ദിവസം മരിക്കുക. ഡിസബിൾഡ് സോൾജേഴ്സ് എല്ലാ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഓരോ ദിവസവും ഇപ്പം 10-26 വയസ്സായി കഴിഞ്ഞിട്ട് ഞാനിതുവരെ ഉള്ള ആ യാത്ര ശരിക്കും പറയാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള യാത്രയാണ്. അതിപ്പോൾ സാറ് ഇപ്പോൾ പട്ടാൻകോട്ടിൽ എൻ്റെ കാര്യമാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. പട്ടാൻകോട്ടിൽ നിന്ന് ഞങ്ങൾ എത്തിയത് അന്നേക്കന്ന് എന്നെയും വേറൊരു ജയലാൽ പാലിനെയും അന്നേക്കന്ന് ഡൽഹി എത്തിച്ചു. ആർമി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആണ് എൻ്റെ ആദ്യത്തെ. എനിക്ക് ഈ കമ്പിളി ഇങ്ങോട്ട് പൊന്തിച്ച് നോക്കുന്നവരെ എനിക്ക് പൊന്തിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും സ്മെല്ലിങ്ങനെ അടിക്കുക, കരിയ എന്തുകൊണ്ടിരിക്കുക ഈ കാലിന്റെ സ്മെല്ല്. അവിടെ എത്തുന്നേരം ഞാൻ പറഞ്ഞ കാലല്ല എന്തെങ്കിലും മുറിച്ച് മാറ്റി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മണം സഹിക്കാൻ പറ്റുന്നില്ല, കാലും സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഭയങ്കര സ്മെല്ല്. കമ്പിളി ഇങ്ങോട്ട് പൊന്തിക്കാൻ പറ്റുന്നില്ല, അത്രയും സ്മെല്ല്. അപ്പൊ രണ്ട് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു കാല് അല്ല, അതിന്റെ മുമ്പേ പറഞ്ഞല്ലോ ഞാൻ അവിടുന്ന് അൺകോൺഷ്യസ് ആയിട്ട് വന്നാന്ന്. അൺകോൺഷ്യസ് ആയിട്ട് വന്നിട്ട് ഇവിടെ ടെലിഗ്രാം വന്നു വീട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടുന്ന് പെട്ടെന്ന് നിങ്ങൾ 2 പേര് ഡൽഹി ആർമി ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ള മെസ്സേജ് അത് രണ്ടാമത്തെ ടെലിഗ്രാം ആയിരുന്നു. ആദ്യത്തെയാണ് ഡെത്ത് എന്നുള്ളത് മെസ്സേജ് വന്നത്. പിന്നെ രണ്ടാമത്തെ ടെലിഗ്രാമിലാണ് ഇങ്ങനെ വന്നത്. അപ്പൊ നിങ്ങൾ ഉടനടി രണ്ടാളെത്തണം. അയാള് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത സ്റ്റേജിലാ. ഈ കൈ ഇങ്ങനെയല്ല, മൂക്ക്, ചുണ്ട്, തല മൊത്തം കറുപ്പ്. എന്തായാലും പറയാതെ അറിയില്ല, എനിക്ക് തന്നെ കാണാൻ പറ്റാത്ത ഒരു ഈ കൈയൊക്കെ കണ്ടിക്കാൻ വേറെ എന്തോ ഒരു ഭയങ്കര കറുപ്പ്. അങ്ങനെ ഞങ്ങൾ ഇവര് വന്ന് ഇവരെന്താ വെച്ചാൽ വീട്ടിൽ പറഞ്ഞിക്കാൻ വെച്ചാൽ ഒന്നാമത് അത്ര സാമ്പത്തികമല്ല ഞങ്ങളൊന്നും. അപ്പോൾ ഞാൻ വീട്ടിൽ ഡൽഹി എത്തുക പറഞ്ഞിക്കാൻ വെച്ചാൽ അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിൻ കയറി 2 ദിവസത്തെ യാത്ര, 2-2.5 ദിവസം കൊണ്ടാണ് ഡൽഹി എത്തുക. അന്ന് ഈ എയർപോർട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പം ഒരു സിഗ്നൽസിൽ ഒരു അച്ഛൻ്റെ മരുമകൻ്റെ ഹിന്ദി സംസാരിക്കാൻ ആണല്ലോ. അച്ഛൻ അപ്പോഴേക്കും ഈ തോതിലായല്ലോ, അച്ഛനെ പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഈ ഡെത്ത് മെസ്സേജ് കിട്ടിയ ശേഷം അച്ഛന് ആകെ പോയി സംസാരിക്കാൻ പറ്റാത്ത സംസാരിക്കൂ, പക്ഷേ ഒരു ബുദ്ധിഭ്രമം പോലെ വന്നു. അപ്പൊ രണ്ടാമത്തെ മെസ്സേജിൽ രണ്ടാമത്തെ ടെലിഗ്രാമിലാണ് ഇങ്ങനെ ഡൽഹിയിലേക്ക് എത്താൻ സിഗ്നൽസിലുള്ള സുധാകരൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് എപ്പോഴും ഉണ്ട്. അദ്ദേഹം പിന്നെ അതേമാതിരി എൻ്റെ ചേട്ടൻ, അങ്ങനെയുള്ള ഭാഷകളൊന്നും അത്ര അറിയില്ല, ഹിന്ദി അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഈ സുധാകരൻ സാറെ കുട്ടി. അപ്പോൾ മൂപ്പർക്ക് ഹിന്ദി അറിയാം. അപ്പോൾ ഇവർക്ക് ഭാഷ സംസാരിക്കാനല്ല. അപ്പോൾ ഇവർ ഇവിടുന്ന് ബുക്ക് ചെയ്ത് നേരിട്ട് അവിടെ എത്തി. പിന്നെ അന്ന കാലത്തിലൊന്നും വലിയ പാൻറ് കാര്യങ്ങളൊന്നും നമ്മളെ ഏട്ടനൊന്നും ഉപയോഗിക്കില്ല. അതിന് വേണ്ടി പറയുന്നിട്ടിരുന്നു. ഞാൻ പാൻറ്റും ഷൂ ഒക്കെ വാങ്ങി അന്നത്തേക്ക് വേണ്ടി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഇവിടുന്ന് ഡൽഹി ഈ സുധാരൻ ഏട്ടനെയും കൂട്ടിയിട്ട് ഹിന്ദി സംസാരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരെയും കൂട്ടിയിട്ട് ഡൽഹി എത്തി. ഡൽഹിയിലെ 2 ദിവസം ഏകദേശം അവരെ എത്തിയതോടുകൂടി എനിക്ക് ഓർമ്മ വന്നു. അപ്പോ ഈ പട്ടാൻകോട്ട് സാറിനെ ഡൽഹിക്ക് കൊണ്ടുവന്നത് എങ്ങനെയാ കൊണ്ടുവന്നത്?
ഫ്ലൈറ്റിൽ തന്നെ നമ്മുടെ എയർഫോഴ്സിന്റെ ഡെക്കോട്ടയിൽ തന്നെയാണ് വന്നത്. അതിൽ തന്നെ ഡെക്കോട്ടയല്ല കേട്ടോ, ശരിക്കുള്ള ഫ്ലൈറ്റിൽ തന്നെ അവിടെ വന്നു. അപ്പോ ഇവിടുന്ന് എത്തിയത് ആരൊക്കെയായിരുന്നു? ഈ സുധാകരൻ പറഞ്ഞ ആളും എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനും ഉണ്ട്. പിന്നെ എന്റെ അച്ഛൻ വന്ന അച്ഛൻ വന്നില്ല. അയ്യോ, അച്ഛൻ അങ്ങനെ വരെ അച്ഛൻ വന്നില്ല. പിന്നെ നമ്മളെ ഞാൻ എൻ്റെ മൂത്ത ചേച്ചിയുടെ മകളെ ഭർത്താവ്, മൂത്ത ചേച്ചി നിങ്ങൾ ചോദിക്കും ഞാനും ചേച്ചി അത്രയും ഡിഫറൻറ്റാ. ഞാനും ചേച്ചീൻ്റെ എന്താ വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ചേച്ചീൻ്റെ മകളും ഞാനും ഒരു പ്രായ. അന്ന് അച്ഛനും അമ്മയും മക്കളൊക്കെ ഒരു പ്രായം പോലൊക്കെ ഉണ്ട് ആ കാലഘട്ടത്തില്. അപ്പൊ 8 10 മക്കളൊക്കെ ഉണ്ട് ഓരോ വീടുകളിലെ. അപ്പൊ അച്ഛൻ ഈ മകളെ ഭർത്താവുണ്ട്. മകളെ ഭർത്താവ് ഒന്ന്, പിന്നെ ഒന്ന് എൻ്റെ ചേട്ടൻ, ഒന്ന് ഈ സുധാകരൻ നായർ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ ഒന്ന് വേറെ ഒരാളും കൂടി, 4 പേര് അവരൊന്ന് വന്നിരുന്നു. 4 പേര് വന്ന് അവർക്ക് പോവാൻ, അതെല്ലാം ആർമീൻ്റെ എല്ലാ എക്സ്പെൻസും അവർ വരാനും പോവാനും എല്ലാ കാര്യങ്ങളും അങ്ങനെ ആർമി ഏറ്റെടുത്തെന്ന്. കംപ്ലീറ്റ് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ എല്ലാം ആർമിയാണ് ചെയ്തത്. അവർക്കൊന്നും അറിയേണ്ടി വന്നില്ല എല്ലാ കാര്യങ്ങളും. പിന്നെ 2-3 ദിവസം അവർ നിന്ന്, പിന്നെ നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് ബോധമൊക്കെ വന്നല്ലോ, ഇനി എൻ്റെ ഓപ്പറേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, അപ്പൊ അതിന് ഇവിടെ നിർത്തണ്ടെന്നുള്ള ഒരു കണ്ടീഷൻ. അപ്പൊ ഈ കാല് ഭയങ്കര ബാഡ് സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നത്, പഴുപ്പ് ഇതിന് മേലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു അടുത്ത ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു കട്ട് ചെയ്യണം, അടിയിൽ നിന്ന് കട്ട് ചെയ്ത്. രണ്ടാമത്തെ കട്ട് ചെയ്യാനും എനിക്ക് സ്മെല്ല് പിന്നെയും സഹിക്കാൻ പറ്റത്തില്ല. ഭയങ്കര, എനിക്ക് രാത്രി മുഴുവൻ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഒരു മാസം പോലെ ആയപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോ ഈ ലിംബ് ഏത് തരത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചാ കട്ട് ചെയ്യേണ്ടത്. അല്ല സാറേ, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടുന്ന് നാട്ടിൽ നിന്ന് സാറെ കാണാൻ വേണ്ടി ഡൽഹി ആർമി ഹോസ്പിറ്റലിൽ എത്തിയല്ലോ, ആ സമയത്ത് സാറിന്റെ സർജറി കഴിഞ്ഞിരുന്നോ? കാല് കട്ട് ചെയ്ത് കഴിഞ്ഞില്ല. അവരവിടെ തിരിച്ചു പോന്ന ശേഷമാണ് ചെയ്ത് പോന്ന ശേഷമാണ് ഫസ്റ്റ് കട്ടിങ് നടന്നത്. അപ്പൊ അവര് വന്ന സമയത്ത് ഈ കാലിന്റെ അവസ്ഥ അവർക്ക് അറിയാമോ? ഇല്ല, അവരെന്താ കാണുന്നത്? എന്റെ ശരീരം മാത്രമല്ല കാണുള്ളൂ, മുഖം മാത്രമല്ല കാണുള്ളൂ, കമ്പിളിയല്ലേ. ഡിസംബർ മാസം ജനുവരി മാസമല്ല, 4 മൂടി ഭയങ്കര മൈനസിലായിരിക്കും, തണുപ്പ് അങ്ങനെ കിടക്കല്ലേ. അപ്പൊ എങ്ങനെ കാണേ? അതൊന്നും കണ്ടില്ല, കുഴപ്പമില്ല. ഭക്ഷണം തരും ഈ നഴ്സുമാർ, MNS വന്നിട്ട് ഭക്ഷണം തരും ഒക്കെ. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് MNSന്റെ ആൾക്കാർ. അവരെ എപ്പോഴും ഇപ്പോൾ പ്രകീർത്തിച്ചേ വിദ്യാവുള്ളൂ. കൂടി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സാറെ പോലെ സ്നോ എഫക്റ്റ് അടിച്ചവരും ആർമിക്കകത്ത് സേവനത്തിനിടെ ഇങ്ങനെ വലിയ വലിയ അപകടങ്ങളിൽ പെടുന്നവർക്ക് താങ്ങും തണലും തുണയുമായിട്ട് ഒരു വിഭാഗം ഉണ്ട്. MNS പറയും, മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ചില സമയങ്ങൾ അവർ നമ്മുടെ അമ്മയായിട്ടും സിസ്റ്ററായിട്ടും അതിൽ കൂടുതൽ അവർ സേവനം ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും അതേപോലെ ഒരുപാട് അവരിൽ നിന്ന് സേവനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൂടി അവരെ കൂടി ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ്. അവർ പ്രത്യേകമായിട്ട് ഒരു ദിവസത്തെ ഒരു കാര്യം പറയാം MNSന്റെ. എന്താ വെച്ചാൽ അവർ അന്നത്തെ ലീലാമോ അങ്ങനെ എന്തോന്നാണ് എനിക്ക് തോന്നുന്നത്, ലെഫ്റ്റനന്റ് എന്നിട്ട് അവരെ പറയാന്ന്. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഈ യൂറിനൊക്കെ എടുക്കേണ്ട അന്ന് ഇവരാണ് പിയൂൺമാർ, ഈ ടൈപ്പാണ് നമ്മളെ പട്ടാളത്തിൽ തന്നെയുള്ള വിഭാഗം ഉണ്ടല്ലോ. അപ്പൊ നൈറ്റിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് മാതിരിയുള്ള ഒരാളായിരുന്നു. രാത്രി അപ്പോൾ ഒരു യൂറിൻ്റെ ബോട്ടിൽ വെച്ച് പോയി. അപ്പോൾ ഇവരെ കാണുക. അപ്പൊ ഞാൻ പെട്ടെന്ന് നനഞ്ഞു പോയപ്പോൾ ഇതെല്ലാം നനഞ്ഞു. അവരന്ന് രാത്രി എല്ലാം എൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് അയ്യോ എന്ന് പറഞ്ഞിട്ട്, മലയാളി ആയിരിക്കോട്ടെ, പ്രത്യേക മലയാളക്കാരാണ് MNSകാർ കൂടുതൽ. അപ്പോൾ അവർ എന്നെ കംപ്ലീറ്റ് ആ ഒരു ഓർമ്മ MNSൻ്റെ. അത് മാത്രമല്ല, അതിൻ്റെ ശേഷം എന്തെല്ലാം ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇവിടുന്നാലും ഇങ്ങോട്ട് തോല് പോയായിരുന്നു. അതൊരു കംപ്ലീറ്റ് ഓരോ കംപ്ലീറ്റ് എന്നെ രക്ഷപ്പെടുത്തി എന്ന് വേണേൽ പറയാം. MNSൻ്റെ ഓരോ കംപ്ലീറ്റ് തോല് പൊളിച്ചെടുക്കുന്ന മാതിരി എടുത്തത്. ഇതിൽ തോല് പൊളിച്ചത് അതുവരെ കിട്ടിയിട്ടുള്ളൂ. അവിടുന്നാലും ഇങ്ങോട്ട് പിന്നെ കട്ട് ചെയ്യേണ്ടി വന്നു. ഫുള്ള് ബോഡിയൊക്കെ, ഇതിൻ്റെ മൂക്കിൻ്റെ അകത്ത് ഇപ്പോഴും കാണാം, മൂക്ക്, ചുണ്ട്, എല്ലാ ഭാഗങ്ങളും ഇത്. പിന്നെ ഇവിടെ അങ്ങനെയാണ് ആ തരത്തിൽ. പിന്നെ രണ്ടാമത്തെ കട്ടിങ്ങിന് ഒരു കട്ട് ചെയ്തു. ആ ഒരാഴ്ച ഒരു മാസം കൊണ്ട് ഒരു കട്ടിങ് നടന്നു. കട്ടിങ് നടന്നതിൻ്റെ ശേഷം പിന്നെ ആർട്ടിഫിഷ്യൽ ലിംബ് ഏത് തരത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള കട്ടിങ് ആവുക. അപ്പോൾ സാറിന്റെ കാല് മുറിച്ച് മാറ്റിയ ശേഷം സാറിന് നാട്ടിൽ വിട്ടിട്ടില്ല? ഈ സാറെ കാണാൻ വന്നത് തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ
ഏകദേശം സർജറി സമയത്തൊക്കെ നമുക്ക് അതിനെപ്പറ്റിയുള്ള അത്ര വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ലല്ലോ. എന്റെ കാൽ രണ്ടും നഷ്ടപ്പെട്ടു എന്നുള്ളത് സാർക്ക് അത് എപ്പോഴേ പറയുന്നുണ്ടല്ലോ ഒരു നാളെ നിങ്ങൾ ആംബ്യൂട്ടേഷൻ എന്നെ കൊണ്ട് സിഗ്നേച്ചർ ചെയ്തതിന്റെ ശേഷമാണല്ലോ അന്ന് കൈ വർക്ക് ചെയ്യില്ല, തമ്പ് ചെയ്തതിന്റെ ശേഷമാണ് അവർ ചെയ്യുന്നത്. ഇത് മുറിച്ചു മാറ്റപ്പെടും. ഓരോ ഓപ്പറേഷൻ നമ്മൾക്കൊരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ ആർമി ആണെങ്കിലും ശരി, നമ്മളെ കൊണ്ട് ഓപ്പറേഷൻ റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ തമ്പ് ചെയ്യിക്കും, എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ അതിന്റെ ശേഷം അവർ അന്നേക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡ്രസ്സ് ചെയ്തിട്ടില്ല, പിന്നെ സ്റ്റിച്ചും കൂടി ചെയ്തില്ല ഈ കാല് മുറിച്ചതിന് ശേഷം. എന്താ അവർക്കറിയാം ഇയാൾക്ക് ഇനിയും കട്ട് ചെയ്യാണ്ട് എന്നുള്ള. അവരതേപടി ഡ്രസ് ഇത് ചെയ്ത് അടിവിട്ട് എന്നിട്ട് ഇത് പൂനെക്ക് പോയതിന്റെ ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പൂനെ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ സാറിന് അറിയാൻ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ ILC ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ അവിടെ സുശീൽ കുമാർ ലഫ്റ്റനന്റ് കേണൽ സുശീൽ കുമാർ ജെയിൻ അദ്ദേഹത്തെ എപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം മറ്റേ നമ്മുടെ മെഡിക്കലിന്റെ അന്നത്തെ ILCന്റെ ഏറ്റവും സർജറിന്റെ ഏറ്റവും ആയിട്ട് ചെയ്യുന്ന ബെച്ചെ കൊച്ചിന് യോഗ എപ്പോഴും ഒന്ന് പറയും. അപ്പോൾ എന്നിട്ട് അയാൾ പറയൂ, പിന്നെ അയാളാണ് എൻ്റെ ഓപ്പറേഷൻ ഈ കാല് ഏത് തരത്തിലാണ് വേണ്ടത്, ദോനോ തൊട നീച്ചെ സാർ തൊട നീച്ചേ കാട്ടണ തൊട നീച്ചേ കാട്ടണ ഞാൻ പറയാ അയാളോട്. അതായത് എനിക്ക് മാക്സിമം എൻ്റെ കാല് കുറച്ച് എനിക്ക് വേണം എന്നൊരു ആർത്തി കൊണ്ടാണ് പറയുന്നത് നീച്ചെ കാട്ടണ. പക്ഷെ എത്ര കണ്ട് കാലിന്ന് നാശമായി പോയിട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അല്ല, നീച്ചെ എന്താ വെച്ചാൽ താഴെ കട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കുറെ ലെഗ് തോനിട്ട് പിന്നെ അയാൾ പറയും നടക്കാൻ ബുദ്ധിമുട്ടാവും. നമ്മളൊരു പരിധി ഇപ്പൊ കാല് ഇവിടെ വരെ പോയാലും അദ്ദേഹം ഒരു കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ വരെ കട്ട് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. നടക്കാനൊക്കെ ഒരു ഇതാക്കാനൊക്കെ സുഖം. എന്താ വെച്ചാൽ ഈ ലിംബ് എന്ന് പറയുന്നത് അതായത് ഇതുവരെ ലിംബാണ്. സാർക്ക് കാണില്ല, ഇതുണ്ടോ, അത് പാന്റിന്റെ ഇതായതാ. ഇതിലേക്ക് ജോയിന്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അല്ലേ? അതാ ഇതുവരെയാണ് എന്റെ ലിംബ് ഉള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിടക്കാൻ ഇത് അതാടുന്നുണ്ട്. രണ്ട് കാലും സെയിം ടു സെയിം രണ്ട് കാര്യം ഇതേപോലെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാനതിനെ ഇതായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ലോകത്തിൽ ഇനി എന്തിനാ ജീവിക്കുന്നു എന്നുള്ള ചിന്താഗതിയായി. പക്ഷേ ഒരു കാര്യം ഉണ്ടായി. ഇനി ഞാൻ എന്നെ പൂനെ പറഞ്ഞയച്ചു ലിംബ് ഒരു കട്ട് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം കട്ട് ചെയ്തു. അയാൾ മോനെ എന്തെങ്കിലും പറഞ്ഞ് എല്ലാം എന്നെ ദിവസം ഒന്ന് ആശ്വസിപ്പിച്ചു. അയാൾ ഇനി ഓപ്പറേഷൻ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആദ്യം ഒരു ഇതിട്ട് വേറൊരു ഇതെന്താ വെച്ചാൽ നമ്മൾ ഒരാളെ കണ്ടിട്ട് മറ്റാൾ ജീവിക്കുക എന്ന് പറയില്ലേ, അതാണ് പൂന. എന്താ വെച്ചാൽ അവിടെ കിർക്കി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മളൊന്നും അല്ല അവരെ നോക്കുന്നവരോ. അവർ ഈ നടുവിന് വെടികൊണ്ടവരും നടുവിൽ വീണവരും പിന്നെ പാകിസ്ഥാനീസിൻ്റെ അടുത്ത് പല കാര്യത്തിലും വീട്ടുകാർ ഒഴിവാക്കിയിട്ട് ഷെൽട്ടർ ഹോം അവിടെ താമസിക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ നോക്കുന്നവരോ ഞാൻ വിചാരിക്കും അയ്യോ ഇല്ലേ. രണ്ട് കണ്ണു അതിൻ്റെ ഇടയ്ക്കാണ് ശ്രീലങ്കയിലെ യുദ്ധം നടന്നത്. ശാന്തിസേന യുദ്ധത്തിൽ രണ്ട് കണ്ണ് പോയവര്, രണ്ട് കൈ പോയവര്, അത് എഞ്ചിനീയേഴ്സാണ് ഏറ്റവും കൂടുതൽ. മദ്രാസ് ആർമി ഈ MEG-കാരാണ് പോയത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവര് ഒക്കെ ഒരുപാട് ഉള്ള ആൾക്കാരെ നമ്മൾ കാണുകയും നേരം ഞാൻ വിചാരിക്കൂ ഞാൻ ഇതിനെക്കാട്ടും എത്ര ബെറ്റർ ആണെന്നുള്ള ആ ചിന്ത നമ്മളെ മനസ്സിലേക്ക്. എന്നിരുന്നാലും യൂണിറ്റിലെ എൻ്റെ CEO പറഞ്ഞു ഒരു റീസെറ്റിൽമെൻറ്റ് കോഴ്സ് ചെയ്യ്. എനിക്കൊന്നിനോടും താല്പര്യമില്ല. എൻ്റെ മനസ്സിലുണ്ടല്ലോ വേറെ പല പദ്ധതികളാണ് ഉരുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ എനിക്കിനി ജീവിക്കണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്ക്. ഞാനെന്തിനാ ജീവിക്കുന്നത്? എനിക്ക് ജീവിതം എൻ്റെ അവസാനിച്ച മാതിരി എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചിട്ട് കാലും പോയി കയ്യും പോയി, ഇനി വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഉപദ്രവമായിട്ട്. പക്ഷെ നമ്മളെ മനസ്സിലേക്ക് ആ സമയത്ത് വരുന്ന ചിന്തകൾ അതൊക്കെ. ആരോടും മിണ്ടാണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കൂ, എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എന്നെ ഇതൊക്കെ കാലൊക്കെ ഫിറ്റ് ചെയ്ത് ബോർഡിന് വേണ്ടി ഇന്നൊരു വീട്ടിലേക്ക് ഞാൻ പോകണം എന്ന് പറഞ്ഞില്ല. പിന്നെ പൂനെയിലെ സാർ എത്ര കാലം നിന്ന് ഈ കാല്? 6 മാസം പോലെ 6 മാസം
വേണ്ടി വന്നു. ഈ കൃത്രിമ കാല് അതിൽ വെക്കാനും സാറിന് നടക്കാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമല്ലോ. അതന്നെ ഒരു ചെറിയ കുട്ടീനെ നമ്മൾ എങ്ങനെ നടക്കാൻ പഠിപ്പിക്കൂ എന്ന പോലെ അവിടെ പഠിപ്പിക്കുക. ഒരു ബസ്സും ഉണ്ട് അവിടെ. ആ ബസ്സിൽ കയറാനും ഇറങ്ങാനും അതുപോലെ എന്തൊക്കെ നമ്മളെ ഒരു സാധാരണ ഒരു ആൾക്ക് എന്തെല്ലാം ചെയ്യാൻ അത്യാവശ്യ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണോ അത് മുഴുവൻ ഈ കൃത്രിമ കാല് വെച്ചുകൊണ്ട് അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് മെഡിക്കൽ ബോർഡിന് വിട്ടാക്കുള്ളൂ. എന്നിട്ടേ മെഡിക്കൽ ബോർഡിനുള്ളൂ. അപ്പൊ സാറിനോട് ഒപ്പീനിയൻ ചോദിച്ചോ, സാർ തുടർന്ന് സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അന്ന് എന്താ വെച്ചാല് അതിപ്പോ സാറ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞുതരാം. അന്നത്തെ കാലഘട്ടത്തില് നമ്മൾ എത്ര ഇപ്പൊ 6 വർഷം സർവീസ് ആയാലും 5 വർഷം സർവീസ് ആയാലും 2 വർഷം സർവീസ് ആയാലും ഒരു ആർമി ജവാനെ ഡിസബിലിറ്റി പേഴ്സണെ അന്ന് വെക്കില്ല ആ കാലഘട്ടത്തിൽ. അതെ, തീർച്ചയായിട്ടും വെക്കില്ല. അപ്പൊ തന്നെ മെഡിക്കൽ ബോർഡ് ഔട്ട് ചെയ്യുക. എന്റെ കേസിൽ സ്പെഷ്യൽ കേസാണ്. എന്റെ കേസിൽ 2 കാലും പോയി, ഈ കയ്യും ഇല്ല. അപ്പൊ എന്താ ചെയ്യുക, അവര് എന്നെ റിക്കാർഡിലും കൂടി പറഞ്ഞേക്കാണ്ടിയാണ് എന്നെ ഡയറക്റ്റ് ഡൽഹിയിലെ ഇതിൽ കൂടി തന്നെ ഡയറക്റ്റ് അവരൊരാളെ തിന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കുന്നത്. ഞാൻ റിക്കാർഡും കൂടി കണ്ടില്ല. ഞാൻ ആരെയും ഒരു ഇതും കണ്ടിട്ടില്ല. ഒരു സാറിന് ഡയറക്റ്റ് ഒരാള് സാർക്ക് വേണ്ടി ടെമ്പർ ഡ്യൂട്ടി സാറിന്റെ ഒപ്പം വിട്ട് നാട്ടിലെത്തിച്ചു. ടെമ്പർ ഡ്യൂട്ടി എന്നെ അവിടെ മാത്രമല്ല, എൻ്റെ CEO എനിക്ക് ഈ പരിക്ക് പറ്റിയ മുതൽക്ക് എന്നെ വീട്ടിലെത്തുന്നവരെ ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സാർ അങ്ങനെ സാറിന്റെ ഒപ്പം ഒരാളെ ടെമ്പർ ഡ്യൂട്ടി വിട്ട് അല്ല, ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ 832 ലൈറ്റ് റെജിമെന്റിനാണ്. എനിക്ക് എന്ന് മുതൽക്ക് പരിക്കായി അന്ന് മുതൽക്ക് എൻ്റെ വീട്ടിൽ പോകുന്നവരെ ഒരാളെ എൻ്റെ CEO എനിക്ക് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അയാളാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് അയാൾ പോകുന്നത്. അങ്ങനെ ഡോക്യുമെന്റേഷൻ എല്ലാം ഡൽഹി വെച്ച് തന്നെ ക്ലിയർ ചെയ്തു. തിരിച്ച് ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ ആണ് ഇത് ചെയ്യുന്നത്. ബോർഡ് ചെയ്യുന്നത് കാറ്റഗറി ഇ ആയിട്ട് എന്നെ ഔട്ടാക്കി ഇട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ വെച്ചാല് അവര് ഇപ്പൊ തല പോയ ആൾക്കാരാണെച്ചാലും സർവീസ് ചെയ്യിക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അതെന്താ വെച്ചാൽ അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരാൾ ഫുൾ സർവീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബെനിഫിറ്റ് അവർ കട്ടാക്കുക ചെയ്യുന്നത്. അവൻ്റെ ഇപ്പൊ ഞാൻ ഒരു ഇൻവാലിഡ് പേഴ്സൺ ആണ്. ഇൻവാലിഡ് ബോർഡ് ഔട്ട് കാറ്റഗറി ഇ ആയിട്ട് പോകുന്ന ആളാണ്. എൻ്റെ പെൻഷൻ ഞാൻ എത്ര ബേസിക് ആണ് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു 15,000 ബേസിക് ആണെന്ന് വെച്ചാൽ എനിക്ക് 30,000 ബാറ്റിൽ കാഷ്വാലിറ്റീൻ്റെ ഈ കാറ്റഗറീൻ്റെ പെൻഷൻ കിട്ടും. അങ്ങനെ ടോട്ടൽ ചെയ്തിട്ടാണ് നോക്കുക. നേരെ മറിച്ച് ഒരു ഫുൾ സർവീസ് ചെയ്ത ആളാണെന്ന് വെച്ചാൽ അവരെ പെൻഷൻ മാത്രമല്ല ഡൗൺ ആവുന്നത്, അവർക്കുള്ള ഫിനാൻഷ്യൽ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഈ പല വെൽഫെയർ ഫെസിലിറ്റികളുണ്ട്. ആ വെൽഫെയർ ഫെസിലിറ്റി അവരെ 6ാമത്തെ കാറ്റഗറിയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. ഇപ്പോൾ അവരെ കാരണത്താലല്ലല്ലോ യുദ്ധത്തിൽ അവർക്ക് ഇതുപോയത്. അവർ യുദ്ധത്തിൽ കാല് പോയി. അതിന് ശേഷം അവരെ നിർബന്ധമായിട്ട് സർവീസ് ചെയ്യിച്ചു. അവരെ 17 വർഷം എത്ര വർഷം വെച്ചാൽ അവരെ എഴുതി കൊടുത്ത ഹവൽദാറാണെന്ന് വെച്ചാൽ 24 വർഷം വരെ കംപ്ലീറ്റ് സർവീസ് ചെയ്യിക്കും. അതിന് ശേഷം അവരെ ഡൗൺ ആക്കി. പെൻഷൻ ഡൗൺ ആക്കിയതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടുന്ന പെൻഷൻ അവർക്ക് കിട്ടില്ല. ഞാൻ ഇൻവാലിഡ് ആണ്. അപ്പം എനിക്ക് പക്ഷേ അതിന് ശേഷം പിന്നെ അവര് വെൽഫെയർ ഫെസിലിറ്റി ഒക്കെ അവര് ഇപ്പം വെൽഫെയർ ഫെസിലിറ്റിയിൽ നമ്മൾ പറയാൻ വെച്ചാൽ കാറ്റഗറി ബേസിൽ വേണമെങ്കിൽ പറയാം 1, 2, 3, 4, 5, 6. അപ്പോൾ ഈ വണ്ണിൽ ഏറ്റവും മരിച്ച ആളെ കാറ്റഗറി വരും. 2ാമത്തെ കാറ്റഗറി വാറിഞ്ചറി ഇൻവാലിഡ് കേസസ് വരും. 3ാമത്തെ കാറ്റഗറി വേറെ എന്തെങ്കിലും ഓഫീസർമാർ പല അവാർഡുകളും ഒക്കെ കിട്ടുന്നവർക്ക് അവർ കുറ്റം പറയല്ല ഞാൻ, അത് കിട്ടും. 6ാമത്തെ കാറ്റഗറിയിലേക്ക് തള്ളിപ്പോയി അവരെ ദുഃഖങ്ങൾ കാണാനോ അവരെ ഇത് കാണാനോ ആരും ഇല്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഞങ്ങളെ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഞാൻ പറയും നമുക്ക് ഏറ്റവും വേണ്ടത് അവരും നമ്മളും അവരും യുദ്ധം ചെയ്തു. അവരെ ഒഴിവാക്കി പിടിച്ചു. ഇപ്പോൾ അവര് അവസാനത്തെ കാറ്റഗറിയിലേക്ക് വന്നു. അത് അവരെ ഇത് അധികാരികളെ സ്ഥാനത്ത് എത്തിക്കാനും ഈ വിവരങ്ങൾ എത്തിക്കാനും ആരും ഉണ്ടാവുന്നില്ല, തയ്യാറാവുന്നില്ല. അത് കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. കേരളത്തിലും അവർ 6ാമത്തെ കാറ്റഗറിയിലേക്ക് പോയി. ഈ അടുത്ത് എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, മക്കളെല്ലാം ഇതായി, എനിക്ക് ഇനി കിട്ടാനൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ പറയാം അതവിടേക്ക് നമ്മൾക്ക് വരാം. അതിൻ്റെ മുമ്പ് എന്താ വെച്ചാൽ ഈ കാര്യങ്ങൾ സാറ് ചോദിച്ച് എൻ്റെ ശേഷം ഞാൻ വീട്ടിലെത്തി. സാറിനെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വന്നല്ലോ. വീണ്ടും വന്ന സമയത്ത് തന്നെ അച്ഛനുണ്ടല്ലോ. അച്ഛൻ്റെ ആ ആദ്യത്തെ വരവ്
സാർക്കൊന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഒരു പൂർണ്ണ ആരോഗ്യവനായിട്ട് ലീവ് കഴിഞ്ഞ് പോയതായിരിക്കുമല്ലോ, എന്നിട്ടാണല്ലോ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് വന്ന് ട്രെയിൻ ഇറങ്ങി ആ വീട്ടിലോട്ട് വരുമ്പോഴേ ആ അച്ഛനെ ഫേസ് ചെയ്ത കാര്യം. അല്ല, അച്ഛന് ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് ബുദ്ധിപരമായിപ്പോയല്ലോ ഈ ആദ്യത്തെ മെസ്സേജ് കിട്ടിയപ്പോ തന്നെ. അച്ഛന് പിന്നെ ഒരു ചെറിയ ഇതായിപ്പോയല്ലോ അച്ഛന് പിന്നെ യാതൊരു ബന്ധങ്ങളും ഇല്ല. ആണെന്നേ ഉള്ളൂ. പക്ഷെ പിന്നെ യാതൊരു ബുദ്ധി ഒരു കുറച്ച് സ്ഥിരത നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അച്ഛന് ചിരിച്ച് എല്ലാവരോടും വർത്താനം പറയാന്നല്ലാണ്ട് അച്ഛൻ്റെ ഉള്ളിൽ ഒന്നും ഇതില്ല, ശരിക്കുള്ള ഇതില്ല. സാർ തിരിച്ചു വന്ന് അച്ഛൻ മനസ്സിലാക്കിയോ എന്റെ മോൻ എത്തി എന്നുള്ളത്? അത് എന്റെ മകൻ ജനിച്ചതിന് ശേഷമാണ് അച്ഛൻ മരിക്കുന്നത്. അതുവരെ അച്ഛനുണ്ട്. ഓ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സംഭവം അവിടെ സംഭവിച്ചല്ലോ, സിയാച്ചനിലും മറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഈ സർജറി എല്ലാം കഴിഞ്ഞ് 2 കാലും നഷ്ടപ്പെട്ട് കൈവിരലുകൾ നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയല്ലോ. ആ എത്തിയ സമയത്ത് നിങ്ങളോട് സംസാരിക്കാനും ഇതെങ്ങനെ സംഭവിച്ചു അങ്ങനെ വല്ല ചോദിക്കാൻ, കാരണം അദ്ദേഹം ഒരു പട്ടാളക്കാരനായത് കാരണം ഇല്ല, അത് ഓർമ്മ വേണ്ടേ? എന്തെങ്കിലും പറയാനുള്ള ഇത് നഷ്ടപ്പെട്ടില്ലേ? ആ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് സാർ ഇവിടെ വന്നപ്പോഴാണോ സാർ അറിയുന്നത്? ഞാൻ അറിയുന്നത്, എല്ലാം അറിയുന്നത്. എന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞേച്ച അച്ഛനാണ് ഇത്തോതിലാവുന്നത്. അച്ഛൻ്റെ എല്ലാം അച്ഛനുള്ള രൂപം തന്നെ പോയല്ലോ. അച്ഛൻ എന്തോ ഒരു ആളായിട്ട് അങ്ങനെ ജീവിക്കുന്നതെന്നല്ലാണ്ട് നടക്കുന്നുണ്ട് ഒന്നുമില്ല. ബുദ്ധിപരമായി അങ്ങോട്ട് വന്നു അച്ഛന്. അതോടുകൂടി വന്നതിന് ശേഷമുള്ള കാര്യം സാർക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? വന്നു, ഇനിയിപ്പോ അവിടെ മെഡിക്കൽ ബോർഡ് ഔട്ടായി. എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സിൽ വളരെ ചിന്ത വേറെ ആയിരുന്നു എന്നൊക്കെ. പക്ഷെ ബോർഡായിട്ട് വന്നതിന് ശേഷം തന്നെ ഇതിപ്പോ അന്ന് ഏട്ടൻ പറഞ്ഞു, ഏട്ടനും ഞാനുമാണ് ഏട്ടൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എനക്ക് എന്റെ കല്യാണം കഴിയാതെ ഞാൻ കഴിക്കില്ല. അപ്പൊ ജ്യേഷ്ഠൻ ഞാനും ഏട്ടനും തമ്മിൽ ഒരു 1.5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. 1.5 വയസ്സുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ സാറിന്റെ നമ്പർ വരിക? അതെന്താ ജ്യേഷ്ഠൻ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഇന്ന ഈ തോതിൽ ഒരാൾ നോക്കാൻ വേണ്ടേന്ന്. അപ്പോൾ അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് അല്ലാണ്ട് എനിക്ക് കല്യാണം വേണ്ടാന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ മൂപ്പര് അപ്പളിക്കാണ് നമ്മളെ വൈഫ് എൻ്റെ അച്ഛൻ ഇതായിട്ട് വരും, നമ്മളെ അളിയൻ്റെ അളിയൻ്റെ മരുമകളായിട്ട് വരും ഇവിടെ. അപ്പോൾ അവള് എന്നെ കാണാൻ വന്നിരുന്നു, വീട്ടിൽ കാണാൻ വന്നു. ഓളും അമ്മയും കൂടി കാണാൻ വന്ന് എന്നെ ഒരു സാധാ ആൾക്കാരായിട്ടാണല്ലോ കാണുന്നത്. ഞാൻ അവിടെ പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ പെങ്ങളോട് പറഞ്ഞു, അങ്ങനെ മൂപ്പർക്ക് തയ്യാറാണെങ്കിൽ എനിക്ക് താല്പര്യമാണ് കല്യാണം കഴിക്കാമെന്നാണ്. എനിക്കന്ന് 26 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവർ പറയുന്ന പോലെയല്ല എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നാമത് സിയാച്ചിൻ ഗ്ലേഷ്യറിൽ വന്നാൽ നമുക്ക് ഓപ്പൺ ആയിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരാൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കാര്യങ്ങൾ അന്ന് മംഗളം വാരിക, അന്നൊക്കെ മംഗളത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. മംഗളം മനോരമ മംഗളം വാരികയിൽ ഒരു കാലില്ലാത്ത ആൾക്കാരെ ഒരു ഫോട്ടോ ഉണ്ടായി. നമ്മളിവിടെ എന്തോ ഒരു വലിയ ആന സംഭവം അവിടെയൊക്കെ കേരളത്തിലൊക്കെ അന്നൊരു കാല് നഷ്ടപ്പെട്ട് അപകടത്തിലൊക്കെ പോയി പറഞ്ഞത്. അപ്പം മംഗളം വാരികയിൽ ഒരു ഫീച്ചറായിട്ട് ഇങ്ങനെ ഓടുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫീച്ചറായിട്ട് ഓടിയ അയാളുണ്ടല്ലോ ഒരു കാലില്ലാത്ത ഇങ്ങനെ ഓപ്പടെ, നമ്മൾ പട്ടാളക്കാർ കാലിങ്ങനെ കാണിക്കാനൊന്നും കിടൂല. അപ്പോൾ ആ ഫീച്ചറായിട്ട് ഓടി. ഞാൻ പറഞ്ഞു ആ ഒരു കാലല്ലല്ലോ ഇത്, 2 കാലില്ലാത്ത ഒരാൾ ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് എൻ്റെ ആ മംഗളം വാരികയില്. അങ്ങനെ എന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനെന്തായാലും വേണം. ഞാൻ പറഞ്ഞു എന്ത് തന്നെയായാലും എനിക്ക് പെൻഷൻ, നമ്മൾ പട്ടാളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പെൻഷൻ്റെ സംഗതിക്കൊക്കെ പിന്നെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ പെൻഷൻ കിട്ടിയാൽ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടായാലും എത്ര പരിക്ക് പറ്റിയാലും എൻ്റെ മനസ്സിലോടുന്ന് ഒരു 2 ഉറുപ്പ്യ ഇല്ലാണ്ട് ഒരാളുകാരെ എങ്ങനെയായാലും പിന്നെ ഒരു സഹാനുഭൂതിയിലേക്കാണുള്ളൂ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ചില്ലറ പൈസ ഇല്ലെങ്കിലേ അത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്താ വെച്ചാൽ അതായത് നമ്മുടെ വരുമാനം ഇല്ലാത്ത ഒരാള് ഒരു വെറും ഭക്ഷിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, അത് നമ്മുടെ മാനസികാവസ്ഥ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പെൻഷൻ കിട്ടി, എന്തെങ്കിലും ഒരു പെൻഷൻ കിട്ടിയാലേ ഞാൻ ഇതിന് ഇതുള്ളൂ. അപ്പൊ ആദ്യത്തെ പെൻഷൻ കിട്ടിയ ഉടനെ തന്നെ കല്യാണം
കല്യാണം കഴിഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ വന്നത്. പിന്നെ എനിക്ക് അവിടെ വീടുകളിൽ നിൽക്കാൻ പറ്റില്ല. ഇവിടെ പെങ്ങളെ വീട്ടിലായിരുന്നു. പെങ്ങളെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ഇവിടെ. അപ്പോൾ പെങ്ങളെ വീട്ടിൽ കുറച്ച് കാലം ഒന്നും എനിക്ക് തീരെ മനസ്സ് പിടിക്കുന്നില്ല ഒന്നിനും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഇവിടെ അയാളെ ചാലിൽ ഫാദർ ഉള്ളോടെ സ്മരിക്കുക കേട്ടോ. അച്ഛനെ ഞാൻ പോയി കണ്ടു. അച്ഛൻ എനിക്കൊരു 4 സെന്റ് സ്ഥലം എവിടെയെങ്കിലും. അച്ഛൻ പറഞ്ഞു അന്നേരം ഞാൻ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കാന്ന് പറഞ്ഞു. അതാരാണ്? അപ്പൊ അന്ന് സാർക്ക് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല, സ്വന്തം പേരിലൊന്നുമില്ല. സ്ഥലമുണ്ട്, പക്ഷെ ഇങ്ങനെ കേറി ഇറങ്ങുന്ന മലമുകളിൽ സാർക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല. അപ്പോ സാറ് പറഞ്ഞു ഇവിടെ ഞാനൊരു സഭേന്റെ ആളാണ്. അപ്പൊ ഈ സഭേന്റെ ഉള്ള ആൾക്ക് ഈ സഭയിൽ അവസാനം ചെയ്ത കച്ചവടത്തിൽ ഒരു 1000 ഉറുപ്യ നിങ്ങൾക്ക് ഞാൻ കുറച്ച് തരും, അതിൽ കൂടുതൽ കുറയ്ക്കാൻ എനിക്ക് പറ്റില്ല. അന്നത്തെ പിന്നെ 6000 ഉറുപ്പ്യാണ് ഇവിടെ കച്ചവടമായത്. ലാസ്റ്റ് സെന്റിന് 6000 ആണേ. 6 ലക്ഷം 10 ലക്ഷം ഒന്നുമല്ല. ഇവിടെ അന്ന് കാലഘട്ടത്തിൽ വെറും കുറുക്കം കുന്നായിരുന്നു. അപ്പോൾ 6000-ന് കച്ചവടമായപ്പോൾ അയാൾ പറഞ്ഞു എന്നോട് ഞാൻ 5000-ന് തരാം. ചാലിൽ ആ ഫാദറേയും കൂടി ഞാനിപ്പോൾ സ്മരിക്കുകയുണ്ട്. അപ്പോൾ ചാലിലച്ഛനെ, ചാലിൽ മാത്യു ഫാദർ, അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ 4 സെന്റ് സ്ഥലവും. ഞാൻ പറഞ്ഞു 25,000 ഉറുപ്യ ഉണ്ട്. അപ്പം ഇത് 8.5 സെന്റ് സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ മുന്നിലത്തേയും കൂടി നിങ്ങൾ എടുക്കണം, എന്നാലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ വരാനുണ്ട്, വന്നു കഴിഞ്ഞിട്ട് എടുക്കാം, എന്നാലേ അത് പിന്നെ രജിസ്റ്റർ ചെയ്ത് തരുള്ളൂ. ബാക്കിലത്തെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ ബാക്കിലത്തെ സ്ഥലം രജിസ്റ്റർ ചെയ്തു. പിന്നെ പൈസ വന്നതിന് ശേഷമാണ് അങ്ങനെ ഞാൻ 4 സെന്റ് കുറച്ച് പൈസയും കൂടി കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു 2 മുറി, വെറും 2 മുറിയിൽ ഒരു ജനലോ എല്ലാം കൂടി തട്ടിക്കൂട്ടി വെള്ളവും കറണ്ടും ഒന്നും ഇല്ലാത്ത എനിക്ക് എത്രയും പെട്ടെന്ന് ഒറ്റയ്ക്ക് മാറണം എന്നിട്ട് ഇവിടെ മാറി. അത് മോനെ അപ്പോഴേക്ക് ഒരു നമ്മൾ ചെറിയ മോനായിട്ട് 56 ദിവസമായിട്ടേ ഉള്ളൂ. ഈ 56 ദിവസത്തിൽ അവനെയായിട്ടാണ് ഇവിടെ താമസാക്കി ഞങ്ങൾ. വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല. അതെ, പക്ഷെ അങ്ങോട്ട് പോക്ക് വരവിന്റെ ബുദ്ധിമുട്ടും മറ്റുള്ളത് പല മനസ്സിങ്ങനെ സമ്മതിക്കുന്നില്ല. പിന്നെ ജോലിയില്ല, ഒരു കാര്യമില്ല. ഈ അന്നത്തെ സാറിനറിയാം അന്നത്തെ വരുമാനം എത്ര ഉണ്ടാകുന്നത്. ആദ്യ കാലഘട്ടത്തിൽ വളരെ തുച്ഛമായ പെൻഷനായിരുന്നു. പിന്നെയാണ് ഈ പെൻഷനിൽ വർധനവ് കാര്യങ്ങൾ. പിന്നെ ജോലിയില്ല. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അലയാത്ത, അത് അത്യാവശ്യം യൂണിറ്റിൽ വെച്ചാലും ക്ലറിക്കൽ ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ. അത്യാവശ്യം ഇവിടെ വന്നതിന് ശേഷം ക്ലറിക്കൽ ജോലി തന്നെ പലർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചെയ്ത് പല ആൾക്കാർക്കും ഇവിടെ എന്താ പറയുന്നത്, സാറിന് ചിന്തിക്കാൻ പറ്റാത്ത അവസരം. നമ്മുടെ സൈനിക വെൽഫെയർ ഓഫീസർ അന്ന് ഡിസ്ട്രിക്ട് കളക്ടർ, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിൽ നിന്ന് വലിയ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. പിന്നെ തിരുവനന്തപുരത്തിലെ സൈനിക വെൽഫെയർ ഡയറക്ടർ, എല്ലാ ആൾക്കാരെയും ഡയറക്റ്റായിട്ട് നമ്മുടെ ഇൻഫൻട്രി ആർട്ടിലറിയിലുള്ള സോൾജിയേഴ്സിൻ്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മളെ തലയിലുള്ള തലച്ചോറും കാലിലുള്ള ഉടനെയും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ അല്ല ഞാൻ പറയുന്നത്, ഒരു 35 വയസ്സോ ഒരു 40 വയസ്സിൻ്റെ ഇടയിലാണ് അവൻ പോകുന്നത്. അവന് ഒരു ഇൻഫൻട്രി ആർട്ടിലറി സോൾജിയേഴ്സിന് അവൻ്റെ ബുദ്ധിയും കൂടുതൽ പകുതിയും കൂടി രാജ്യത്തിന് വേണ്ടി കൊടുത്ത വ്യക്തികളാണ് അവർക്ക് ഒരു അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വരുന്നത്. ഈ ഞങ്ങളെപ്പോലത്തുള്ള അംഗവൈകല്യം വന്ന ആൾക്കാർ നാട് മുഴുവൻ അലഞ്ഞ് നടക്കുന്നതാണ്. ഇപ്പം പല യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ആൾക്കാർ വരെ പലർക്കും ജോലികളിൽ ഈ സെക്യൂരിറ്റി ജോലികളും എന്താ പറയുക, ഈ റോഡിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ പോലീസുകാർ അസിസ്റ്റന്റുമാരായിട്ട് ഗാർഡ്സ്, ഇപ്പൊ പോലീസുകാർക്ക് വളരെ സുഖമാണ്. ഹോം ഗാർഡ് അവർക്ക് വലിയ സൗകര്യം. പക്ഷേ ഇവരാച്ചാൽ അക്യുറേറ്റ് ആയിട്ട് ജോലി ചെയ്യും, കറക്റ്റായിട്ട് ജോലി ചെയ്യും. നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഏത് സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി, കുക്ക് മുതൽക്ക് ബാർബർ മുതൽക്ക് ഏത് സ്ഥലത്ത് നമ്മളെ കൊണ്ടിട്ട് കഴിഞ്ഞാലും നമ്മൾ അവിടെ പെർഫെക്റ്റ് ആയിരിക്കും. അതാ വെച്ചാൽ അത്രയും ട്രെയിനേഴ്സിൻ്റെ ഇടയിലാണ് നമ്മൾ വരുന്നത്. ആ ആൾക്കാരെ ശരിക്ക് ഉപയോഗിക്കാൻ ഇന്നത്തെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇപ്പം ഇവരോട് ചോദിച്ചാൽ പറയും, ഞാൻ ഒരു 1-2 പ്രാവശ്യം കലക്ടറെ കണ്ടപ്പോൾ ഒക്കെ എന്നോട് പറഞ്ഞ കാര്യം എന്താണ്, നിങ്ങൾക്ക് പരിക്ക് പറ്റിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതുകൊണ്ടാണ്, സ്റ്റേറ്റിന്റെ അല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് ജോലി തരേണ്ടത്, സ്റ്റേറ്റ് അല്ല. അത് ശരിയാണ്. സ്റ്റേറ്റ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് ഇരിക്കുന്നവരോ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പം നേരത്തെയും സാറിനോട് സൂചിപ്പിച്ചു,
ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി പട്ടാളത്തിൽ യുദ്ധത്തിൽ അപകടപ്പെട്ട് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വീരജവാനാണ്. ആ വീരജവാൻ ആദരിക്കാനും വീരജവാൻ ഇതാക്കാനും അവരെ അതിൻ്റെ ശേഷം അത് അവർക്ക് സാഹചര്യമുണ്ടോ, അവർ പിന്നെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും അവരെ മക്കളെ ഇതൊക്കെ, പക്ഷെ ഒരു വികലാംഗനായ ഒരു വ്യക്തി അവനെ ഇത്തരത്തിൽ ചിന്തിക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു, അവൻ ജോലി ചെയ്യുന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്താ എഴുതുന്നത്? അൺഫിറ്റ് ഫോർ DSCക്ക് മാത്രമേ നമ്മൾ അൺഫിറ്റ് ഉള്ളൂ. ഫിറ്റ് ഫോർ സിവിൽ ജോബാണ്. അങ്ങനെ ഫിറ്റ് ഫോർ സിവിൽ ജോബ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു ബാറ്റിൽ കാഷ്വാലിറ്റി വന്ന് കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ബാധ്യസ്ഥനാണ്. സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, സ്റ്റേറ്റ് ആയാലും ആരായാലും നമുക്ക് അതെന്തായാലും അതിൻ്റെ ഏറ്റവും വലിയ നമ്മളെ കേരളക്കാരാണ്.